ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൺ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല കിച്ചൺ ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോവല്ലേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ എല്ലാ വീട്ടമ്മമാരും സ്ഥിരമായിട്ട് കുക്കർ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കുക്കർ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ വാഷറിൽ നിറയെ അഴുക്കൊക്കെ പറ്റിയിരുന്നാലും നമ്മൾ എത്ര കഴുകി വൃത്തിയാക്കിയാലും അതിൽ അഴുക്ക് കാണാറുണ്ട്. അത് പെട്ടെന്ന് നല്ലതുപോലെ അഴുക്കൊക്കെ മാറ്റി അതിൻ്റെ അണുക്കളൊക്കെ മാറ്റാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് കുക്കറിൻ്റെ ആ വാഷറൊന്ന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര കഴുകി വൃത്തിയാക്കിയാലും അതിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുന്ന അണുക്കളെല്ലാം നല്ലതുപോലെ പോയി കിട്ടും. ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് നമ്മൾ ഇതുപോലെ ആ ഒരു ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ലതുപോലെ അഴുക്കൊക്കെ പോയി നല്ലതുപോലെ ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, കുക്കറിൻ്റെ അല്ല, നമ്മളെ മിക്സിയുടെ ജാറിൻ്റെ വാഷറൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ കോൾഗേറ്റൊക്കെ നമ്മൾ ഉപയോഗിച്ച ശേഷം നമ്മൾ കവറൊക്കെ അത് തീരുമ്പോൾ നമ്മൾ ഈ കവറ് അതിൻ്റെ ആ ഒരു ട്യൂബ് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് കളയാതെ നല്ലൊരു ടിപ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇത് കൊണ്ടുള്ള ഒരു കിടിലൻ ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒഴിഞ്ഞ ടൂത്ത് പേസ്റ്റിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു മൂട് ഭാഗം ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് നിറയെ പേസ്റ്റ് കാണും. നമ്മൾ ഇത് കളയണ്ട കേട്ടോ. ഇത് വെച്ച് നല്ലൊരു അടിപൊളി ടിപ്സ് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇവിടെ ഈ ഒരു രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇത് കൊണ്ടുള്ള ഒരു പ്രയോജനം കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ എത്ര തീർന്നു പോയ പേസ്റ്റിൻ്റെ കവറിലാണെങ്കിലും ഇതുപോലെ നിറയെ കാണും. ഇനി നമ്മളെ കുക്കറിൻ്റെ ഈ ബാക്ക് ഭാഗത്തൊക്കെ നല്ലതുപോലെ അഴുക്ക് പറ്റി അത് ഇളകാതെ ഇരിക്കുന്നതാണല്ലോ, നമ്മൾ എത്ര തേച്ചാലും വൃത്തിയാവാതെ ഇരിക്കുന്ന അവിടെ നമ്മൾ ഇതുപോലെ ഒരു ട്യൂബ് പേസ്റ്റ് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ. അതിലുള്ള എല്ലാ പേസ്റ്റും നമ്മൾ അതിലേക്ക് തേച്ച് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഒരു സ്ക്രബ്ബർ, ഞാൻ ഇവിടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ അല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ സ്റ്റീലിൻ്റെയാണ് ഉപയോഗിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് നിഷ്പ്രയാസം മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ ഒരു സ്പോഞ്ചായിട്ടുള്ളൊരു സ്ക്രബ്ബറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ അതുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ അത് തന്നെ തേക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് ഇളകി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, കണ്ടോ. ആ ഒരു സൈഡ് ഞാൻ തേക്കുമ്പോൾ തന്നെ ആ സൈഡിലുള്ള എല്ലാ ആ കറുപ്പും ഇളകി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ് ഉപയോഗിക്കുകയെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഇളകി കിട്ടും കേട്ടോ. ഇത് നല്ല സ്പോഞ്ചായിട്ടുള്ള സ്ക്രബ്ബറാണ്. അപ്പോൾ ഞാൻ ഇവിടെ കണ്ടോ, ഈ സൈഡ് എല്ലാം ഇളകി വരുന്നുണ്ട്, നല്ലതുപോലെ വെളുത്ത് ക്ലീനായി വരുന്നുണ്ട് കണ്ടോ. അപ്പം നമ്മൾ ഈ ടൂത്ത് പേസ്റ്റൊക്കെ ഉപയോഗിച്ച ശേഷം അതിൻ്റെ അകത്ത് ആ കവറൊന്നും കളയാതെ ഇതുപോലെ നമ്മൾ ഇളക്കി ഇതുപോലെയൊക്കെ തേക്കുകയാണെങ്കിൽ നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ലതുപോലെ വെട്ടിത്തിളങ്ങും കേട്ടോ. നമ്മൾ കളയാൻ വച്ചിരിക്കുന്ന സാധനമാണ് കണ്ടോ, നല്ലതുപോലെ വെളുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം, നല്ലൊരു ടിപ്സാണ്. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ കുക്കറൊക്കെ നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടി നമ്മളിപ്പം കറികൾ വയ്ക്കാനായാലും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വേവിക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ കുക്കറിൻ്റെ പുറത്തൊക്കെ നിറയെ ആവി വരുമ്പോൾ എല്ലാം പുറത്ത് പോകാറുണ്ട്. അപ്പോൾ നമ്മളത് പോവാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നൊരു സാമ്പാർ വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ എല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പരിപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ആ ഒരു വാഷറിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ ഒന്ന് എണ്ണ തടവിയിട്ട് ആ അടപ്പിൻ്റെ അകത്ത് അതുപോലെ തന്നെ നമുക്ക് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് തിളച്ച് പൊങ്ങി പുറത്ത് അധികം പോവില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആവി നമ്മൾ വരുമ്പോൾ തന്നെ ആ വിസിൽ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുള്ള ആ ഒരു നിറയെ ഇതും നമുക്ക് പുറത്തേക്ക് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുക്കറും അതുപോലെ തന്നെ അടുപ്പൊക്കെ ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ നമുക്ക് ഇതിൽ വന്ന് വരില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ വിസിൽ കേൾക്കുകയാണ് കേട്ടോ. കണ്ടോ,
ഒട്ടും തന്നെ അതിൻ്റെ പുറത്തായിട്ടില്ല. നമ്മളിതാ കണ്ടോ, ആ ഒരു ചെറിയൊരിത് മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. അധികം ഒന്നും ഒലിച്ച് പോയിട്ടില്ല. അപ്പം ഞാൻ ദാ ഇവിടെ 3 വിസിൽ ഇതിൽ കേൾപ്പിക്കുകയാണ് കേട്ടോ, 3 വിസിൽ. അപ്പം 3 വിസിൽ കേട്ടിട്ടും അതിൻ്റെ പുറത്ത്, ആ കുക്കറിൻ്റെ പുറത്തൊന്നും അധികം ഇവിടെ ആവി വന്നിട്ടില്ല കേട്ടോ. ഇതുപോലെയൊന്നും ആ ഒരു കറി അരപ്പിൻ്റെ ഇതൊന്നും പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല നല്ല ടിപ്സുകളാണ്. അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.